അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദർസു സാബി അഷർ, പാഠം 17. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. സൂറത്തു സൽസലയിലെ ആയത്താണ് കൊടുത്തേക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഭൂമി എന്താണ്? ഭൂമി കിടുകിടാ വിറക്കും. അതായത് ലോകാവസാനത്തെ പറ്റിയാണ് പറയുന്നത്. സൂറത്തു സൽസല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയും കൂട്ടുകാരും ഇശാ നിസ്കാരത്തിന് നിന്നു. ഇമാമത്ത് നിന്ന അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സൂറത്തു സൽസലയാണ് ഓതിയത്. നിസ്കാരം കഴിഞ്ഞു. ഔറാദുകൾക്ക് ശേഷം എല്ലാവരും വീട്ടിൽ പോയി. ഇമാം അബൂ ഹനീഫ എഴുന്നേറ്റില്ല. അദ്ദേഹം എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ചിന്തിച്ചത്? സൂറത്തു സൽസലയെ കുറിച്ചാണ് ആലോചന. എന്തോ പറഞ്ഞത്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ഇശാ നിസ്കാരത്തിന് നിന്നു. ഇമാമത്ത് നിന്ന അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സൂറത്തു സൽസലയാണ് ഓതിയത്. നിസ്കാരം കഴിഞ്ഞു. ഔറാദുകൾക്ക് ശേഷം എല്ലാവരും വീട്ടിൽ പോയി. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റില്ല. അദ്ദേഹം എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ചിന്തിച്ചത്? സൂറത്തു സൽസലയെ കുറിച്ചാണ് ആലോചന. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആശയം ഓരോ ചെറിയ നന്മയും കാണുന്ന ദിനം അല്ലേ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്നൊക്കെ പറഞ്ഞ ആയത്തുണ്ടല്ലോ അതിൽ. അപ്പോൾ ഓരോ ചെറിയ നന്മയും കാണുന്ന ദിനം, ഓരോ തിന്മയും കാണുന്ന ദിനം. മഹാൻ താടിയിൽ കൈവച്ച് തേങ്ങി. അന്ന് അദ്ദേഹത്തിന് തീരെ ഉറക്കം വന്നില്ല. ഖുർആനിലെ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് മഹാൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഉസ്താദ് ചരിത്രം പറയുകയാണ്. അന്ത്യനാൾ ഭയങ്കരമാണ്. ഉസ്താദ് പറഞ്ഞ ചരിത്രമാണിത്. അന്ത്യനാൾ ഭയങ്കരമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതും. ആകാശങ്ങൾ പൊട്ടിപ്പിളരും. താരങ്ങൾ കൊഴിഞ്ഞു വീഴും അല്ലേ? താരങ്ങളിൽ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. സാഗരങ്ങൾ കത്തിപ്പടരും അല്ലേ? സമുദ്രങ്ങളൊക്കെ എന്ത് ചെയ്യും? കത്തിപ്പടരും. ഭൂമി കിടുകിടാ വിറക്കും. പർവ്വതങ്ങൾ പൊടിപടലങ്ങളാവും. പർവ്വതങ്ങൾ എന്താകും? പൊടിപടലങ്ങളാവും. എല്ലാം നശിക്കും. അതുമുതലുള്ള കാലമാണ് അന്ത്യനാൾ. യൗമുൽ ആഖിർ, യൗമുൽ ഖിയാമ എന്നെല്ലാം ഇതിന് പേരുണ്ട്. അപ്പോൾ അന്ത്യനാൾ എന്ന് പറഞ്ഞാലും യൗമുൽ ആഖിർ എന്നതിൻ്റെ അറബി വാക്യം. ഇനി യൗമുൽ ഖിയാമ എന്നും പറയാം. യൗമുൽ ഖിയാമ എന്നെല്ലാം അതിന് പേരുണ്ട്. അപ്പോൾ ഏതാണ് അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം പറയാം? ഇസ്രാഫീൽ അലൈഹിസ്സലാം ആദ്യം ഊതും, ഒന്നാമത് ഊതും അല്ലേ? അപ്പോൾ എല്ലാം നശിക്കും. അതുമുതലുള്ള കാലമാണ് അന്ത്യനാൾ. എപ്പോഴാണതുണ്ടാവുക? റഫീഖ് ചോദിച്ചു. അതിൻ്റെ സമയം അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. ഉസ്താദ് പറഞ്ഞു അതിൻ്റെ സമയം അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. ഉസ്താദ് പറഞ്ഞു. ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും ഊതും. അപ്പോൾ മരിച്ചവരെല്ലാം ഹയാത്താകും. എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടും. മഹ്ശർ എന്ന മൈതാനിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ നൽകും. സജ്ജനങ്ങൾക്ക് വലത് കൈയിലും ദുർജനങ്ങൾക്ക് ഇടത് കൈയിലും. നന്മകളും തിന്മകളും മീസാനിൽ തൂക്കും. ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാം അല്ലാഹു തആല വിചാരണ ചെയ്യും. നന്മ മുൻതൂക്കമുള്ളവർ വേഗത്തിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. തിന്മ മുൻതൂക്കമുള്ളവർ സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും. സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കുട്ടികളെല്ലാവരും ആമീൻ പറഞ്ഞു. ഇനി ആ പെട്ടിയിലുള്ള നോക്കാം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ അല്ലേ? ആരെങ്കിലും അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണുക തന്നെ ചെയ്യും. ആരെങ്കിലും അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണുക തന്നെ ചെയ്യും. അതായത് എത്ര കുറഞ്ഞ് ചെയ്താലും, എത്ര കുറഞ്ഞ് നന്മ ചെയ്താലും അതിനവന് പ്രതിഫലം ലഭിക്കും.
അപ്പം ഇനി അതിൽ തദ്രീബാത്തിൽ വരുന്ന ചോദ്യങ്ങൾ കൂടുതലും നംലുൽ ഫറാഗാണ് വന്നേക്കുന്നത്, അതായത് പൂരിപ്പിക്കാനാണല്ലോ. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഡാഷിൽ ഊതുമ്പോൾ എല്ലാവരും നശിക്കും. അപ്പോൾ അവിടെ എല്ലാം നശിക്കുന്നത് എപ്പോഴാണ്? സൂറിൽ ഊതുമ്പോൾ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ എല്ലാവരും നശിക്കും. ഇനി ഇസ്രാഫീൽ അലൈഹിസ്സലാം ഡാഷിൽ ഊതുമ്പോൾ മരിച്ചവരെല്ലാം ഹയാത്താകും. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇവിടെ ഇസ്രാഫീൽ വീണ്ടും ഊതും അല്ലേ, വീണ്ടും ഊതുമ്പോൾ മരിച്ചവരെല്ലാം ഹയാത്താകും. ഇനി 3, അന്ത്യനാളിൽ എല്ലാവരും ഡാഷിൽ ഒരുമിച്ച് കൂടും. എവിടെ ഒരുമിച്ച് കൂടാ? മഹ്ശറിൽ ഒരുമിച്ച് കൂടും എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ സജ്ജനങ്ങൾക്ക് ഏത് കയ്യിലാണ് ലഭിക്കുക? സജ്ജനങ്ങൾക്ക് വലത് കയ്യിൽ, കണ്ട വലത് കയ്യിൽ ലഭിക്കും. ഇനി നന്മ തിന്മകൾ എഴുതിയ കിതാബുകൾ നന്മ തിന്മ എഴുതിയ കിതാബുകൾ ഇടത് കൈ ലഭിക്കണ ആർക്കാ? ദുർജനങ്ങൾക്ക്. അവിടെ ദുർജനങ്ങൾക്ക് ഇടത് കൈയിലാണ് ലഭിക്കുക. നന്മകളും തിന്മകളും ഡാഷിൽ വെച്ച് തൂക്കും. എവിടെ വെച്ചാൽ തൂക്കുക? മീസാനിൽ തൂക്കും. മീസാൻ എന്ന തുലാസിൽ തൂക്കും. ഇനി നന്മ മുൻതൂക്കമുള്ളവർ ഡാഷിൽ പ്രവേശിക്കും. എവിടെ പ്രവേശിക്കും? സ്വർഗത്തിൽ പ്രവേശിക്കും അല്ലേ, സ്വർഗത്തിൽ പ്രവേശിക്കും. തിന്മ മുൻതൂക്കമുള്ളവർ സിറാത്തിൽ നിന്ന് എവിടെ വീഴും? നരകത്തിൽ വീഴും. നരകത്തിൽ വീഴും. വഴുതി നരകത്തിൽ വീഴുമെന്ന് മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സന്ദർഭം വിവരിക്കണം. അന്ന് അദ്ദേഹത്തിന് തീരെ ഉറക്കം വന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക? എഴുതാം. അന്ന് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞില്ലേ, അന്ന് അദ്ദേഹത്തിന് തീരെ ഉറക്കം വന്നില്ല. അപ്പോൾ ഈ ചരിത്രം അത് നമ്മൾ എഴുതാം. പിന്നെ നുക്കുമിലുൽ കബില, അത് ചങ്ങല പൂർത്തിയാക്കാനുണ്ട് അവിടെ. അതവിടെ ഇസ്രാഫിൽ സൂറിൽ 1 ഊതും. പിന്നെ അങ്ങനെ എത്ര ഉണ്ടത്? 9 വരെ ഉണ്ട്. അത് നിങ്ങളത് ഓരോന്നോരോന്നായിട്ട് പൂർത്തിയാക്കാം. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാൻ കൊഴിഞ്ഞു വീഴും, കിടുകിട, നന്മ തിന്മകൾ, വിചാരണ, പൊടിപടലങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? വാക്യത്തിൽ പ്രയോഗിക്കുക. പിന്നെ അതിനുശേഷം അടുത്ത പേജ് 90-ാമത്തെ പേജിൽ അത് വായിച്ചിട്ട് അങ്ങോട്ട് എഴുതാനാണ്. 2 വട്ടം എഴുതണം. ഇഷാ അത് അപ്പുറത്തെ ആ കളത്തിലേക്ക് 2 പ്രാവശ്യം എഴുതുക. അങ്ങനെ 2, 4, 6, 8, 10, 11, 12 വാക്കുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? അങ്ങോട്ട് എഴുതുക. പിന്നെ നഖ്റഉ വനഫ്ഹമു അത് വായിച്ച് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.